കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഡിന്റെ ഉപയോഗവും ഡിഡും വാസും തമ്മിൽ എങ്ങനെയാണ് മാറിപ്പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് ഞാനിവിടെ എഴുതിയിരിക്കുന്ന സെന്റൻസ് നോക്കൂ. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയണ സെന്റൻസുകളാണല്ലേ. നീ ഇന്നലെ മാർക്കറ്റിൽ പോയി. ഞാനിങ്ങനെ മാറ്റി എഴുതിയേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന്റെ സ്വാഭാവികത തോന്നാട്ടെ. ഞാൻ പറയാം, നീ ഇന്നലെ മാർക്കറ്റിൽ പോയല്ലേ. അവൾ ഇന്നലെ രാത്രി സിനിമ കണ്ടല്ലേ. അവൾ വൈകുന്നേരം ഫുട്ബോൾ കളിച്ചല്ലേ. അല്ലേ, കളിച്ചല്ലേ. നമ്മൾ അങ്ങനെ ചോദിക്കും അല്ലേ. നീ ഇന്നലെ മാർക്കറ്റിൽ പോയി അല്ലേ എന്നല്ല നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾ മാർക്കറ്റിൽ പോയി അല്ലേ. അപ്പൊ കുറച്ച് സെന്റൻസുകൾ നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേ. അങ്ങനെ നമ്മൾ കുറേ സെന്റൻസുകൾ എല്ലാ ദിവസവും പറയുന്നില്ലേ. അതിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ഈ അല്ലേ അല്ലേ എന്നുള്ള സാധനങ്ങളാണ് ക്വസ്റ്റ്യൻ ടാഗ്. ടാഗ് നമ്മൾ ഈ സ്വർണ്ണമൊക്കെ മേടിക്കാൻ പോകുമ്പോഴും തുണിയിലൊക്കെ ചിലപ്പോൾ ടാഗ് തൂക്കിയിട്ടിട്ടുണ്ട് അല്ലെ. എന്ത് സാധനവും നമ്മൾ പുതിയ മേടിക്കുമ്പോൾ ടാഗ് ഉണ്ട്. അതേപോലെ ഒരു സെന്റൻസിന്റെ അടിയിലുള്ള ഒരു വാൽക്കഷ്ണം, അത് പക്ഷെ നമ്മുടെ സംസാരത്തെ വളരെയധികം ഫ്ലുവന്റ് ആക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നീ ഇന്നലെ മാർക്കറ്റിൽ പോയി എന്നുള്ളത് പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ? പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ പാസ്റ്റ് ടെൻസിൽ എങ്ങനെയാണ് സെന്റൻസ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ പോയി എന്നാണ്, ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്, ഇന്നലത്തെയാണ്. അപ്പൊ സെന്റൻസ് എങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത്? യു സബ്ജക്റ്റ് ആണ്, പോവുകയാണ് verb, ഇന്നലെയാണ് പോയത്. യു വെന്റ് മാർക്കറ്റിലോട്ട്, ടു ദ മാർക്കറ്റ്, യു വെന്റ് ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ. എന്താണ് ഞാൻ എഴുതിയത്? യു വെന്റ് പോയി, ടു ദ മാർക്കറ്റ് മാർക്കറ്റിലേക്ക് ഇന്നലെ. യു വെന്റ് ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ. ഇനി നമുക്ക് അല്ലേ എന്നിങ്ങനെ ആ സെന്റൻസുമായിട്ട് കൂട്ടിച്ചേർക്കണം അല്ലെ. അതിന് നമ്മൾ ചേർക്കേണ്ടത്, ഇത് പാസ്റ്റ് അല്ലേ നമ്മൾ ചോദിച്ചത്. ഇന്നലത്തെയും കഴിഞ്ഞ കാര്യങ്ങളൊക്കെയല്ലേ നമ്മൾ ചോദിക്കുന്നത്. ഓർത്ത് വെക്കുക, പാസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ ഓക്സിലറി ഡിഡ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഇത് പാസ്റ്റ് ആണ്. അപ്പൊ നമുക്കിനി അല്ലേ എന്ന് ചോദിക്കാൻ, ഇത് പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് അല്ലേ എന്ന് ചോദിക്കാൻ നമുക്ക് നെഗറ്റീവ് വേണം. ഡിഡിന്റ്. ഇവിടെ ആരാണ്? യു ആണ്. ഡിഡിന്റ് യു. ക്ലിയർ? പോസിറ്റീവ് സെന്റൻസ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് വന്നപ്പോൾ ഡിഡിന്റ് എന്ന് കൊടുത്തു, യു കൊടുത്തു. കാരണം ഇത് പാസ്റ്റ് ആണ്. പാസ്റ്റിൽ നമ്മൾ ഡിഡിന്റ് ആണ് ഉപയോഗിച്ചത്. ക്ലിയർ? അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കാം? യു വെന്റ് ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ, ഡിഡിന്റ് യു? അല്ലേ. അവൾ ഇന്നലെ രാത്രി സിനിമ കണ്ടല്ലേ. കണ്ടു അല്ലേ എന്നല്ല, അവൾ ഇന്നലെ രാത്രി സിനിമ കണ്ടല്ലേ എന്നാണ്. അപ്പൊ കണ്ട് എന്ന് വരെയുള്ളത് സെന്റൻസ് ആണ്. ബാക്കി അല്ലേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യമായിട്ട് വരുന്നത്. അവളാണ് കണ്ടത്. അപ്പൊ ഷീ ആണ് സബ്ജക്റ്റ്. കണ്ടു എന്നായതുകൊണ്ട് നമുക്ക് ഇന്നലെ പഠിച്ചിരുന്നു V2 ആണ് വേണ്ടത്. ഷീ വാച്ച്ഡ് ദ മൂവി ഇന്നലെ രാത്രി, ലാസ്റ്റ് നൈറ്റ്. അപ്പൊ ഇനി അല്ലേന്ന് ചോദിക്കാൻ നമ്മൾ ഇനി എന്താ വേണ്ടത്? ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമുക്കിനി നെഗറ്റീവ് ആണ് വേണ്ടത്. ഡിഡിന്റ്. ആരാണ്? ഷീ ആണ്. ഡിഡിന്റ് ഷീ. ക്ലിയർ? അപ്പൊ എങ്ങനെ ചോദിക്കാം? ഷീ വാച്ച്ഡ് ദ മൂവി ലാസ്റ്റ് നൈറ്റ്, ഡിഡിന്റ് ഷീ? ക്ലിയർ ആയില്ലേ? വളരെ എളുപ്പമാണ് അല്ലെ ക്വസ്റ്റ്യൻ ടാഗ്. കഴിഞ്ഞു പോയ കാര്യത്തിലാണ് നമ്മളിത് പറഞ്ഞത്. പാസ്റ്റ് ടെൻസിലാണ്. പാസ്റ്റ് ടെൻസിൽ പോസിറ്റീവ് സെന്റൻസ് ആണ് നമ്മൾ ചെയ്തത്. അപ്പൊ നമ്മൾ ഇതിനെ നെഗറ്റീവ് അല്ലേ എന്ന് ചോദിക്കാൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് കൊടുത്തു. ഇവിടെ വീണ്ടും അവള് തന്നെയാണ്. നമ്മൾ ഈ അവളിനെ മാറ്റി നമുക്കിവിടെ അവർന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കാലോ. അവർ വൈകുന്നേരം ഫുട്ബോൾ കളിച്ചു അല്ലേ. അവർന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ദേ കളിച്ചു എന്നാണ്. V2 വേണം. They played football വൈകുന്നേരം. in the evening അല്ലേ. പ്ലേഡ് ആണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ പറഞ്ഞാൽ അത് പാസ്റ്റ് ആണ്. ഡിഡിന്റെ. ക്ലിയർ ആയല്ലോ? അവൻ എല്ലാ കേക്കും കഴിച്ചു അല്ലേ. ഇത് നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് എഴുതിയോ?
ഓക്കെ, ഇനി നമുക്ക് നെഗറ്റീവ് സെന്റൻസ് നോക്കാം. നോക്കൂ, നീ ഇന്നലെ മാർക്കറ്റിൽ പോയി അല്ലേ? അല്ലേ നമ്മളിത് പോസിറ്റീവ് സെന്റൻസ് പോസിറ്റീവ് ആണ്, പക്ഷെ നമ്മൾ ടാഗ് കൊടുത്തത് നെഗറ്റീവ് ആണ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ചോദിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് കൊടുത്തത് നെഗറ്റീവ് ആണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ നമ്മൾ സെന്റൻസ് ഇനി നെഗറ്റീവ് ആക്കുവാണ് എങ്കിൽ നമ്മൾ എന്ത് മാറും? നമ്മുടെ ടാഗ് പോസിറ്റീവായിട്ട് മാറും. അത്രയേ ഉള്ളൂ. നീ ഇന്നലെ ഇതേ സെന്റൻസിൽ തന്നെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. നീ ഇന്നലെ മാർക്കറ്റിൽ പോയില്ല. പോയില്ല അല്ലേ? നീ ഇന്നലെ മാർക്കറ്റിൽ പോയില്ലല്ലേ? പോയില്ലല്ലേ എന്നാണ് നമ്മൾ ചോദിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ വരും? നെഗറ്റീവ് സെന്റൻസ് എങ്ങനെ വരും? യു ഡിഡിന്റ് ഗോ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ നെഗറ്റീവ്? പോയില്ല, വന്നില്ല, ചെയ്തില്ല, പറഞ്ഞില്ല എന്ന് നമുക്ക് പറയണമെങ്കിൽ ഡിഡിന്റും വേർബിന്റെ ഫസ്റ്റ് ഫോമുമാണ് വേണ്ടത്. യു ഡിഡിൻ ഗോ ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ. ഇത് നെഗറ്റീവ് സെന്റൻസ് ആയി. അപ്പൊ നമുക്ക് ആ ടാഗ് കൊടുക്കണമെങ്കിൽ ഡിഡ് യു. യു ഡിഡിൻ ഗോ ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ. ഡിഡ് യു? അല്ലേ? അപ്പൊ ഇവിടെ എന്ത് തന്നെയാണ്? ഇത് അല്ലേന്നാണ്. പക്ഷെ നമ്മുടെ സെന്റൻസ് നെഗറ്റീവായപ്പോ ടാഗ് പോസിറ്റീവായി മാറി. അത്രയേ ഉള്ളൂ വ്യത്യാസം. അവൾ ഇന്നലെ രാത്രി സിനിമ കണ്ടില്ലല്ലേ? കണ്ടില്ലല്ലേ? അപ്പോ ഷീ ഡിഡ് നോട്ട്, ഷീ ഡിഡിന്റ് വാച്ച് ദ മൂവി ലാസ്റ്റ് നൈറ്റ്. ഡിഡ് ഷീ? ഡിഡ് ഷീ? അപ്പൊ എളുപ്പമല്ലേ? അപ്പൊ ബാക്കി നിങ്ങൾക്കറിയാം. ഞാൻ കമന്റ് ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കാം. അല്ല, ടാഗ് നിങ്ങൾ അതിന്റെ ചെയ്യണം കേട്ടോ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നടന്നു കഴിഞ്ഞ കാര്യമാണ് നമുക്ക് ചോദിക്കണമെങ്കിൽ നമ്മുടെ ഇതൊക്കെ കൂടുതൽ എക്സാമ്പിൾസിന്റെ ഒന്നും കാര്യമില്ല. അത് അതിന്റെ ഒരു ടിപ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ട്രിക്ക് പിടുത്തം കിട്ടിയാൽ കാര്യം കഴിഞ്ഞു അല്ലേ? അതായത് നമ്മുടെ സെന്റൻസ് നടന്നു കഴിഞ്ഞതാണ് നമുക്ക് ചോദിക്കേണ്ടതെങ്കിൽ അത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായി തന്നെ ചോദിക്കുക. എന്നിട്ട് ടാഗ് നെഗറ്റീവ് ആക്കുക. നമുക്കിത് നടന്നു കഴിഞ്ഞ കാര്യം നെഗറ്റീവായിട്ടാണ് ചോദിക്കേണ്ടതെങ്കിൽ അത് സെന്റൻസ് നെഗറ്റീവായി തന്നെ പറയുക, ടാഗ് പോസിറ്റീവ് കൊടുക്കുക. ക്ലിയർ ആയല്ലോ? കുട്ടികൾക്കൊക്കെ മനസ്സിലായില്ലേ? കുട്ടികൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ ഡിഡ് എന്തുകൊണ്ട് വന്നു എന്ന് വിചാരിച്ചാൽ ഇത് പാസ്റ്റ് ടെൻസ് ആണ്. നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നടന്നു കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഓക്സിലറി ഡിഡ് ആണ്. അപ്പോൾ അല്ലേന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് രണ്ടും ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചു. പക്ഷേ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. വളരെ സിമ്പിൾ അല്ലേ? എല്ലാവർക്കും മനസ്സിലായി? മനസ്സിലാവാത്തവരാരും ഇല്ലല്ലോ. അപ്പോ മറ്റൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ കുറേ ഇംഗ്ലീഷ് ഗ്രാമർ കേട്ട് ഗ്രാമർ എല്ലാം മനസ്സിലാക്കി ഇരിക്കുന്ന കുറെ പേരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കിക്കേ. ഞാനിപ്പം നിങ്ങളോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ഡെയിലി റുട്ടീൻ ഒന്ന് പറയൂ. എത്ര പേർക്ക് പറയാൻ കിട്ടി? പറയാൻ കിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തറിയാം? ഗ്രാമറൊക്കെ അറിയാം, പക്ഷെ സംസാരിക്കാൻ കിട്ടുന്നില്ല. സംസാരിക്കണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് സംസാരിച്ച് പഠിക്കണമെങ്കിൽ പേഴ്സണലായിട്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിച്ച് പഠിക്കുന്നത്. വേറൊരാളുണ്ടെന്ന് ഒന്നും നിങ്ങൾക്ക് വേണ്ട, പേടി വേണ്ട. എൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണം. ഇംഗ്ലീഷ് സംസാരിക്കാതെയും പഠിക്കാതെയും ഒന്നും നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചു തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ നമ്പറിൽ സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.